ലോക പരിസ്ഥിതി ദിനത്തിൽ വടകര നഗരസഭ പുറത്തിറക്കിയ സർക്കുലറുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പ്രചരണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് നഗരസഭ വൈസ് ചെയർമാൻ പി.കെ. സതീശൻ മാസ്റ്റർ. ഔദ്യോഗിക ആവശ്യങ്ങൾക്ക് ജീവനക്കാർ നിർബന്ധമായും സൈക്കിൾ ഉപയോഗിക്കണം എന്ന പരാമർശം സർക്കുലറിലില്ലെന്നും ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഉപയോഗിച്ചാൽ മതിയെന്നാണ് ഉള്ളതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഏവർക്കും ഫാമിലി വെഡിംഗ് സെന്ററിന്റെ വലിയ പെരുന്നാൾ ആശംസകൾ. വടകര നഗരസഭ കേരളത്തിലെ തന്നെ ആദ്യത്തെ മാലിന്യമുക്ത നഗരസഭയായി 2021 പ്രഖ്യാപിച്ചാണ്. അതിൻ്റെ തുടർ പ്രവർത്തനങ്ങൾ നല്ല നിലയിൽ നടക്കുന്ന സമയത്താണ് സംസ്ഥാനം 2025 മാലിന്യമുക്തമായി പ്രവർത്തിക്കാൻ തീരുമാനിച്ചത്. അപ്പോൾ അതിൻ്റെ ഭാഗമായും നല്ല രീതിയിലുള്ള പ്രവർത്തനം, ആയിരക്കണക്കിന് സന്നദ്ധ പ്രവർത്തകർ കുടുംബശ്രീയുടെ അയൽക്കൂട്ടത്തിൻ്റെ നേതൃത്വത്തിൽ റെസിഡൻസ് അസോസിയേഷൻ, വ്യാപാരികൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എല്ലാവരും കൂടി ഒത്തൊരുമിച്ച് നടത്തിയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് സാധ്യമായത്. ഈ രണ്ടാം ഘട്ടം എത്തിയപ്പോൾ നമുക്കത് ഒരു പുതുമയുള്ള കാര്യമല്ല. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് വടകര നഗരസഭ കേരളത്തിലെ ആദ്യത്തെ ജല ബജറ്റ് അവതരിപ്പിക്കുന്ന ഒരു നഗരസഭയായി മാറിയത്. വളരെ അഭിമാനത്തോടു കൂടിയാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ. ഈ ജല ബജറ്റിൻ്റെ തുടർച്ചയായിട്ട് നെറ്റ് സീറോ കാർബൺ ക്യാമ്പയിൻ ജനങ്ങളിലൂടെ എന്നൊരു പദ്ധതി ഏറ്റെടുത്തു. ഈ പദ്ധതിയുടെ ഭാഗമായി നടക്കുതാഴ സർവീസ് സഹകരണ ബാങ്ക് നഗരസഭയ്ക്ക് ഒരു 5 സൈക്കിൾ തന്നു. ഈ 5 സൈക്കിൾ തന്നത് നമ്മൾ ഒരു ഊർജ്ജ സംരക്ഷണ റാലിയായി സംഘടിപ്പിച്ചു. അത് GS പ്രദീപാണ് അന്ന് വന്ന് ഉദ്ഘാടനം ചെയ്തത്. വളരെ ആവേശപൂർവ്വം ജീവനക്കാരും കൗൺസിലർമാരുമെല്ലാം ആ സൈക്കിൾ യാത്ര ചെയ്ത് നടത്തിയതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു വലിയ ക്യാമ്പയിൻ എത്തുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം അതിൻ്റെ ഭാഗമായി സെക്രട്ടറി ചേർന്ന ഒരു യോഗത്തിൽ പരമാവധി ആളുകൾ ഈ ഊർജ്ജ സംരക്ഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൈക്കിൾ ഉപയോഗിക്കണം. ആ സൈക്കിൾ ഉപയോഗിക്കുന്നതിന് ഒരു കൃത്യത ഉണ്ടാവണം, അതിന് രജിസ്റ്റർ വെക്കണം. അതിന് ജനറൽ വകുപ്പിൻ്റെ നമ്മുടെ സൂപ്രണ്ട് അതിന് ചുമതല കൊടുത്തുകൊണ്ട് ആവശ്യക്കാർക്ക് ഈ സൈക്കിൾ ഉപയോഗിക്കാം. അതുകൊണ്ട് 2 കാര്യമുണ്ട്. ഒന്ന്, ആരോഗ്യം മെച്ചപ്പെടും, ഊർജ്ജ സംരക്ഷണവും നടക്കും. മറ്റൊന്ന്, ഇപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക്, ഇപ്പോൾ ടൗൺ ഹാളിൽ ഒരു പരിപാടി നടക്കുമ്പോൾ ഏതെങ്കിലും ഒരാൾക്ക് ടൗൺ ഹാളിൽ ഒരു താക്കോൽ കൊടുക്കണം, അല്ലെങ്കിൽ ഒരു കടലാസ് കൊടുക്കണം. അപ്പോൾ ഈ വലിയ വണ്ടി എടുത്തിട്ടാണ് പോവുക. അതിന് പകരം സൈക്കിൾ അറിയുന്ന ആളാണെങ്കിൽ ഈ സൈക്കിൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നഗരസഭയ്ക്ക് അത് സാമ്പത്തികമായും ഒരു ഗുണമാണ്, വലിയ വണ്ടി എടുത്ത് പോകുന്നതിൻ്റെ ഭാഗമായി ഊർജ്ജ സംരക്ഷണം നടക്കും. ഈ രീതിയിലുള്ള ഒരു പ്രവർത്തനത്തെയാണ് ചിലർ ദുർവ്യാഖ്യാനം ചെയ്ത് വളരെ മോശമായ രീതിയിൽ അതിനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം വന്നിട്ടുണ്ട്. ഇപ്പോൾ പെട്രോൾ അടിയുമായി ബന്ധപ്പെട്ട്, വാഹനത്തിലെ ഇന്ധന അടിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു പ്രശ്നത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഉത്തരവിറക്കിയെന്ന് പറഞ്ഞിട്ടുണ്ട്. 10-15 കൊല്ലത്തോളം ഈ ഇന്ധനം നിറയ്ക്കുന്ന ഒരു നമ്മുടെ പെട്രോൾ പമ്പ് അത് ചെറിയ പൈസ കുടിശ്ശിക, അപ്പോൾ ഇപ്പോൾ ഒരു 2 ലക്ഷം കുടിശ്ശികയുള്ളപ്പോഴാണ് ഈ പ്രശ്നം വന്നത്. അതിലൊന്നും യാതൊരു അർത്ഥവുമില്ല. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടല്ല ഇതുണ്ടായിട്ടുള്ളത്. നെറ്റ് സീറോ കാർബൺ ക്യാമ്പയിൻ എന്ന് പറയുന്നത് വടകര നഗരസഭയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ തന്നെ ആദ്യമായി ഏറ്റെടുത്ത ഒരു നഗരസഭയാണ്. അതിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആവശ്യക്കാർക്ക്, താല്പര്യമുള്ളവർക്ക് ഈ സൈക്കിൾ ഉപയോഗിക്കാം എന്ന ഒരു സർക്കുലറാണ് ഇവിടെ സെക്രട്ടറി കൊടുത്തുള്ളത്. അത് വളരെ ഗുണകരമായിട്ടുള്ള ഒരു കാര്യവുമാണ്. കൗൺസിലർമാരും സെക്രട്ടറിയും ചെയർമാനും എല്ലാവരും ഉദ്യോഗസ്ഥന്മാരും എല്ലാം ഇത് പ്രോത്സാഹിപ്പിക്കണമെന്നുള്ളതാണ് അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ധാരണ. അത് നല്ലൊരു തീരുമാനമായിട്ടാണ് നമുക്കത് കാണാൻ കഴിയും. അതായത് ആ സർക്കുലറുള്ള വാചകം ഇതാണ്. വേണമെങ്കിൽ ഞാൻ സർക്കുലർ തന്നെ കാണിച്ചു തരാം. അതിൽ പറയുന്ന വാചകം ഇതാണ്: നഗരസഭയുടെ ഉടമസ്ഥയിലുള്ള 5 സൈക്കിളുകൾ ഓഫീസുകാർക്ക് താല്പര്യമുള്ളവർക്ക് ഉപയോഗപ്പെടുന്നതിനെ സംബന്ധിച്ച് ഒരു രജിസ്റ്റർ ജനവിഭാഗ സൂപ്രണ്ട് വശം സൂക്ഷിക്കേണ്ടതും സൈക്കിളുകൾ ഔദ്യോഗിക യാത്രയ്ക്ക് ഉപയോഗപ്പെടുന്ന ജീവനക്കാർ യാത്ര പുറപ്പെടുന്ന സമയവും തിരികെ എത്തിയ സമയവും പ്രസ്തുത രജിസ്റ്റർ രേഖപ്പെടുത്തേണ്ടതുമാണ്. അതാണ് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. സ്വയംഭരണ സഹായമായുധം, നോട്ടീസുകൾ, കത്തുകൾ എന്നിവ വിതരണം ചെയ്യുന്നതിന് ഉപയോഗിക്കാവുന്നതാണ്. ഒരാളും നിർബന്ധമായി ഉപയോഗിക്കണമെന്ന് പറഞ്ഞു. ഇനി സൈക്കിൾ അറിയാത്തവർക്ക് ഇത് പോകാൻ പറ്റുമോ? സൈക്കിൾ അറിയുന്ന താല്പര്യമുള്ള ആളുകൾക്ക് ഈ സംവിധാനം ഉപയോഗിക്കാം. അതായത് നമുക്ക് കിട്ടിയ 5 സൈക്കിള് പരമാവധി ഉപയോഗിക്കുക എന്നുള്ള രീതിയിലാണ് ഈ സർക്കുലർ കൊടുത്തിട്ടുള്ളത്. പഠിത്തമെല്ലാം കഴിഞ്ഞിട്ട് കുറെ ആയല്ലോ, ഇതുവരെ ജോലിയൊന്നും ആയില്ലേ? ഇത് കേൾക്കാത്തവർ വളരെ കുറവാണ്. എന്നാൽ ശരിയായത് തിരഞ്ഞെടുത്താൽ അങ്ങനെ കേൾക്കേണ്ടി വരില്ല. അതെ, മികച്ചൊരു ഭാവിയിലേക്കുള്ള വാതിൽ തുറക്കാൻ ജോയിൻ ചെയ്യൂ. വിംസ് പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ 100% ജോബ് ഗ്യാരണ്ടിയുള്ള പാരാമെഡിക്കൽ കോഴ്സുകളായ BVoc MLT, RIT, CSSD, നഴ്സിംഗ് കെയർ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, DVoc നഴ്സിംഗ് കെയർ, DMLT, DRIT, ഫാർമസി അസിസ്റ്റന്റ്
ഇന്റർനാഷണൽ മോണ്ടിസറി TTC, മെഡിക്കൽ കോഡിംഗ്, ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റാലിറ്റി. വിദഗ്ധരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള ക്ലാസുകൾ, ലാബ് ഉൾപ്പെടെയുള്ള അത്യാധുനിക പഠന സൗകര്യങ്ങൾ. ഞങ്ങളുടെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ ട്രെയിനിംഗ് സൗകര്യം. ക്യാമ്പസ് ഇന്റർവ്യൂയിലൂടെ ജോലി നേടാനുള്ള അവസരവും ഹോസ്റ്റൽ സൗകര്യവും ലഭ്യമാണ്. ഒരു നല്ല ഭാവിയാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ ഉടൻ തന്നെ ജോയിൻ ചെയ്യൂ. വിംസ് പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, പച്ചക്കറിമുക്ക്, മേപ്പയിൽ, വടകര. മത്തത്ത് പ്ലാസ ബിൽഡിംഗ്, പൈപ്പ് ലൈൻ റോഡ്, കല്ലാച്ചി.